ഒക്ടോബർ 14 വിശുദ്ധ കാലിസ്റ്റസ് ഒന്നാമൻ. ഒരു അടിമയുടെ മകനായിട്ടാണ് കാലിസ്റ്റസ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവും ഉടമയും ക്രിസ്ത്യാനിയായിരുന്നു. ഒരു ക്രിസ്തുമത ധനകാര്യ സ്ഥാപനത്തിന്റെ മേൽനോട്ടമായിരുന്നു ജോലി. സ്ഥാപനം പരാജയപ്പെട്ടപ്പോൾ നഗരം വിട്ട് ഒളിച്ചോടി. താമസിയാതെ പിടിക്കപ്പെടുകയും ഈയം ഖനനം ചെയ്യുന്ന ഖനിയിലേക്ക് മാറ്റുകയും പിന്നീട് മോചനദ്രവ്യം നൽകി റോമിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. സെഫറിനോസ് മാർപ്പാപ്പ പള്ളിവക സ്വത്തുക്കൾ, സെമിത്തേരിയിലെ ഭൂഗർഭ കല്ലറുകൾ, രക്തസാക്ഷികളുടെ ശവസംസ്കാരത്തിന് നേതൃത്വം നൽകുക തുടങ്ങിയ ജോലികൾ ഏൽപ്പിച്ചു. ഈ കല്ലറുകൾ വിശുദ്ധ കാലിസ്റ്റസിന്റെ സെമിത്തേരി എന്നാണ് അറിയപ്പെടുന്നത്. 18 വർഷങ്ങൾക്ക് ശേഷം 217 സെഫറിനോസ് പാപ്പയ്ക്ക് ശേഷമുള്ള മാർപ്പാപ്പയായി സ്ഥാനമേറ്റു. പാപ്പ എന്ന നിലയിൽ സഭയിൽ മാറ്റങ്ങൾ വരുത്തി. അനുതപിക്കുന്ന പാപികളെ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്തു. ത്രിയേക ദൈവം എന്ന വിശ്വാസത്തിനെതിരായ അഡോപ്ഷനിസം, മോഡലിസം തുടങ്ങിയ വിശ്വാസ രീതികളിൽ നിന്നും സഭയെ കാത്തുരക്ഷിച്ചു. വിശുദ്ധന്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വിയോജിപ്പുള്ളവരുടെ പ്രേരണ നിമിത്തം അലക്സാണ്ടർ സെവേറൂസിന്റെ ഭരണകാലത്ത് തടവിലാക്കപ്പെട്ടു. നിരന്തരം പട്ടിണി കിടുകയും ചമ്മട്ടികൊണ്ടടിക്കുക ഇത്തരം ക്രൂരപീഡനങ്ങൾക്ക് വിധേയനായി. അവസാനം ഒരു ജനലിലൂടെ തലകീഴായി ആഴമുള്ള കിണറ്റിലേക്ക് എറിഞ്ഞുകൊന്നു. 223 വിശുദ്ധ കാലിസ്റ്റസ് ഒന്നാമൻ രക്തസാക്ഷിത്വം വരിച്ചത്.